Say no to drugs. അതുൽ രാജ് എന്ന ചുറുചുറുക്കുള്ളൊരു വിദ്യാർത്ഥിയെ പരിചയപ്പെടുത്തുകയാണ്. കോളേജിൽ പഠനത്തിനും പാഠ്യേതര പ്രവർത്തനങ്ങളിലും മികച്ച പ്രകടനം കാഴ്ചവെച്ച ഒരു വിദ്യാർത്ഥി, നാട്ടുകാരുടെയും കൂട്ടുകാരുടെയും സ്നേഹനിധിയായ വിദ്യാർത്ഥി. ഒരു ദിവസം കൂട്ടുകാരുടെ നിർബന്ധത്തിന് വഴങ്ങി ഈ കുഞ്ഞു ഗ്ലാസ്സിൽ അല്പം മദ്യം അകത്താക്കുകയാണ്. കൂട്ടുകാരുടെ പ്രലോഭനങ്ങളിൽ വഴങ്ങി ദൃശ്യമാധ്യമങ്ങളിൽ കാണുന്ന ദൃശ്യങ്ങൾ കണ്ട് അതുൽ രാജിന് ഒരു രസത്തിനു വേണ്ടി മദ്യം കഴിക്കുകയാണ്. ഈ കൊച്ചു ഗ്ലാസ്സിൽ കഴിച്ച മദ്യം അതുൽ രാജിൻ്റെ രക്തത്തിലേക്ക് കലരുന്നു, ശിരകളിലേക്ക് കലരുന്നു. മദ്യം വീണ്ടും വീണ്ടും കഴിക്കാനുള്ള പ്രേരണ അതുൽ രാജിനുണ്ടാകുന്നു. അങ്ങനെ കൂട്ടുകാരോടൊപ്പം വീണ്ടും മദ്യം കഴിക്കാൻ വേണ്ടി മദ്യശാലകളിലേക്ക് പോകുന്നു. കുറച്ചുകൂടി വലുപ്പമുള്ള ഗ്ലാസ് എടുത്ത് നേരത്തെ കഴിച്ചതിൽ നിന്ന് വ്യത്യസ്തമായി കുറച്ചുകൂടി വലുപ്പമുള്ള ഗ്ലാസ്സിലേക്ക് മദ്യമൊഴുകുകയാണ്. മദ്യത്തിൻ്റെ അളവ് കൂടുന്നു, കഴിക്കാനുള്ള പ്രേരണ കൂടുന്നു. കോളേജിൽ ഏറ്റവും മികച്ച വിദ്യാർത്ഥിയായ അതുൽ രാജ് ഇന്ന് മദ്യത്തിൻ്റെ ലോകത്തേക്ക് കടന്നു വരികയാണ്. പഠനത്തിൽ മികവ് പുലർത്തിയുന്ന അതുൽ രാജ് പഠിക്കാൻ താല്പര്യമില്ലാതായി, ക്ലാസ് ശ്രദ്ധിക്കാതായി, ക്ലാസ് കട്ട് ചെയ്തുകൊണ്ട് മദ്യശാലകളിലേക്ക് പോവുകയാണ്. മദ്യത്തിൻ്റെ ലഹരി കൂടിയപ്പോൾ കുറച്ചുകൂടി ലഹരി കിട്ടുന്നതിന് വേണ്ടി കുറച്ചുകൂടി വലിയ ഗ്ലാസ്സിലേക്ക് മദ്യം കഴിക്കണമെന്നുള്ള തോന്നൽ അതുൽ രാജിനുണ്ടാവുകയാണ്. കൊച്ചു ഗ്ലാസ്സിൽ നിന്ന് വീണ്ടും വീണ്ടും വലിയ വലിയ ഗ്ലാസ്സുകളിലേക്ക് കഴിക്കാനുള്ള ആസക്തി കൂടി വരുന്നു. നാട്ടുകാരാൽ പ്രിയപ്പെട്ട അതുൽ രാജ് നാട്ടുകാർക്ക് വെറുക്കപ്പെട്ടവനായി മാറുന്നു, കൂട്ടുകാർക്ക് വെറുക്കപ്പെട്ടവനായി മാറുന്നു, അധ്യാപകർക്ക് വെറുക്കപ്പെട്ടവനായി മാറുന്നു. സമൂഹത്തിൽ നിന്ന് ഒറ്റപ്പെട്ട് മദ്യത്തിൻ്റെ ലോകത്തിലേക്ക് അതുൽ രാജ് കടന്നു പോവുകയാണ്. ആരോഗ്യം ക്ഷയിച്ചു, രോഗങ്ങൾ കൂടി വരുന്നു, വീടുകളിലെത്താതായി, അന്തി ഉറങ്ങുന്നത് പലപ്പോഴും റോഡരികളിലായി. പരമ രഹസ്യമായി മദ്യം കഴിച്ചിരുന്ന അതുൽ രാജ് ഇന്ന് ആര് കണ്ടാലും മദ്യം കഴിക്കുന്നതിന് ഒരു മടിയുമില്ലാതെ മദ്യശാലകളിലേക്ക് സഞ്ചരിച്ചു കൊണ്ടിരിക്കുകയാണ്. വീണ്ടും വീണ്ടും മദ്യം കഴിക്കാനുള്ള ആസക്തി കൂടി വരുന്നു. പുതിയ പുതിയ ഒക്കേഷൻസ് സൃഷ്ടിക്കുന്നു, ഒരു ബർത്ത്ഡേ ഫംഗ്ഷൻ ഉണ്ടാക്കുന്നു. അങ്ങനെ ഓരോ ഒക്കേഷൻ സൃഷ്ടിച്ചുകൊണ്ട് മദ്യം മാത്രമാകുന്നു. സാധാരണ മദ്യമില്ലാത്ത ആഘോഷങ്ങളില്ല, മദ്യമില്ലാത്ത ഉത്സവങ്ങളില്ല, മദ്യമില്ലാത്ത മരണമില്ല. എല്ലാം മദ്യമയമായിക്കൊണ്ടിരിക്കുകയാണ്. മദ്യത്തിൻ്റെ ലോകത്തിലേക്ക് പഠനത്തിൽ മികച്ച വിദ്യാർത്ഥി, പാഠ്യേതര പ്രവർത്തനങ്ങളിൽ മികച്ച വിദ്യാർത്ഥി ഇന്ന് മദ്യം മാത്രം കഴിച്ചുകൊണ്ട് മദ്യശാലകളിലേക്ക് പോവുകയാണ്. ഗ്ലാസിൻ്റെ വലിപ്പം കൂടുന്നു, മദ്യപാന ശക്തി കൂടി വരുന്നു, കുറേ കൂടി ഗ്ലാസ്സിൽ മദ്യം കഴിക്കുന്നു. ചെറിയ ഗ്ലാസ്സിൽ തുടങ്ങിയ മദ്യപാനം ഇന്നത്തെ നിൽക്കുന്നത് വലിയ ഗ്ലാസ്സുകളിലാണ്. എല്ലാവരും വെറുക്കപ്പെടുന്നു. പണമില്ലാത്തപ്പോൾ കടം ചോദിക്കുന്നു, കടം ചോദിച്ച് കിട്ടിയില്ലെങ്കിൽ മോഷണം നടത്തുന്നില്ല, കിട്ടിയില്ലെങ്കിൽ പിടിച്ചുപറി നടത്തുന്നു. അങ്ങനെ എല്ലാവർക്കും വെറുക്കപ്പെട്ട വ്യക്തിയായി ബാറുകളിലേക്കുള്ള യാത്ര തുടരുകയാണ്. വീണ്ടും മദ്യം കഴിക്കാൻ വേണ്ടി കൂട്ടുകാരോടൊപ്പം കൂട്ടുകാർക്ക് സുസമ്മതനായ ഈ വ്യക്തി ഇന്ന് ആർക്കും വേണ്ടാത്ത റോഡരിയിൽ കിടന്നിറങ്ങുന്ന രോഗം എന്ന് മറ്റുള്ളവർക്കെല്ലാം പ്രശ്നമായിക്കൊണ്ടിരിക്കുന്ന, എല്ലാവർക്കും പ്രശ്നം സൃഷ്ടിച്ചുകൊണ്ട് മദ്യത്തിൻ്റെ ലോകത്തിലേക്ക് കടന്നു പോവുകയാണ്.
ആരോഗ്യം ക്ഷയിക്കുന്നു. മറ്റത്തിൻ്റെ ലോകത്തേക്ക് മാത്രമുള്ള യാത്രയെ മാറുന്നു. അങ്ങനെ ബാറുകളിൽ നിന്ന് ബാറുകളിലേക്കുള്ള യാത്ര തുടർന്നുകൊണ്ട് എല്ലാവർക്കും സുസമ്മതനായ ഈ അതുൽരാജ് എന്ന വിദ്യാർത്ഥി ഇന്ന് ആർക്കും വേണ്ടാതെ റോഡരികിൽ കടന്നിറങ്ങി ജീവിതയാത്ര അവസാനിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇതാണ് പുതിയ തലമുറയിലെ നമ്മുടെ അതുൽരാജ്.